അത്ര ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യമല്ല. 5 കിലോ എന്നുള്ളത് ഒരു അനുമാനമാണ്. അതായത് ആ കവചത്തിൽ 2 ദ്വാരപാലകരുടെയും കവചം എന്ന് പറയുന്നത് ഒന്നിൽ 2.5 കിലോ സ്വർണം, മറ്റൊന്നിൽ 2.5 കിലോ സ്വർണം. ഇത് വിദഗ്ധരായ ആളുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 99-ൽ ഇത് നേരിട്ട് കണ്ടവർ, അതിൽ വിദഗ്ധർ, ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഈ 2019-ലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ പറയുന്നത് വികലമായ ന്യായങ്ങളാണ്. അന്വേഷണം നടക്കട്ടെ എന്നൊക്കെയാണ് പത്മകുമാർ പറയുന്നത്. എന്ത് അന്വേഷണം ഇപ്പോൾ നടക്കുന്ന? ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണമോ? ശരി, ശ്രീ റജി. അല്ല മഞ്ജുഷ, ഇവിടെ 1998-ലാണ് വിജയമല്യ ഈ സ്വർണം അവിടെ സമർപ്പിക്കുന്നത്. അതിന്റെ ഏകദേശ സത്യാവസ്ഥകൾ പുറത്തു വന്നു കഴിഞ്ഞു. അത് ചെമ്പായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അന്ന് അത് കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം വിജിലൻസ് ക്ഷമിക്കണം, പിന്നെ ശബരിമല കമ്മീഷണർ, അവിടുത്തെ ബോർഡ്, മെമ്പേഴ്സ്, അവിടുത്തെ മേൽശാന്തി എല്ലാം കൂടി അംഗീകരിച്ചിട്ടാണല്ലോ ഇത് അവിടെ ഈ ക്ലാഡ് ചെയ്ത സ്വർണം ആ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞതും അതുപോലെ തന്നെ സ്വർണം പൂശിയതും. അതിലൊന്നും ഒരു തർക്കമില്ല, അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അതല്ലാന്ന് അവിടുന്ന് 2019-ലാണ് ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഈ പോറ്റിയുടെ ബന്ധവുമായിട്ടുള്ള കഥകൾ പുറത്തു വരുന്നത്. ഇൻ ബിറ്റ്വീൻ അവിടെ 2013-ൽ ഈ സ്വർണമായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ അത് വാർത്താമാധ്യമങ്ങളിലൂടെ അന്ന് പ്രസിദ്ധീകരിച്ചതും പിന്നെ നമ്മുടെ ക്രിക്കറ്റർ ശ്രീശാന്ത് അവിടെ തൊഴുന്നൊരു ചിത്രത്തിൽ അവിടെ വെളിയിൽ വന്നതൊക്കെ സ്വർണമാണെന്ന് അനുമാനിക്കുന്നു. 2018-19 ഒക്കെ സ്വർണമായിരുന്നു. 2018-19 ഞാൻ പറഞ്ഞില്ല, ഞാൻ ശബരിമലയിൽ നിന്ന് ആരെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അത് അവരെ ന്യായീകരിക്കത്തില്ല. രാഷ്ട്രീയം പോലും ഞാൻ നോക്കത്തില്ല. അത് മഞ്ജുഷ വ്യക്തമായിട്ട് എന്ന കാര്യമാണ്. അപ്പൊ ഈ 2000 ഇപ്പം വാദത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ 2013-നും 2019-നും ഇടയ്ക്ക് ഉള്ള ആയിരിക്കണം ഈ തിരിമറി എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ആരാണ്, ഏത് ഭരണസമിതി ഇരുന്നപ്പോഴാണ്? അക്കാലത്ത് മേൽശാന്തി ഏതായിരുന്നു? എന്തായാലും ഈ മേൽശാന്തിക്ക് പാവങ്ങളാ, അവരൊന്നും ചെയ്യത്തില്ല. പക്ഷെ അവരറിയാതെ കൊണ്ട് ഈ പിന്നെ ശ്രീകോവിൽ തുറക്കാൻ പറ്റത്തില്ല. അവരാണല്ലോ പൂജയ്ക്ക് വേണ്ടി തുറക്കം അടയ്ക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ ആരായിരുന്നു അന്വേഷണം നടക്കുന്നു. തീർച്ചയായിട്ടും അത് കണ്ടെത്തിയിരിക്കണം. തന്നെയുമല്ല അന്നത്തെ ഈ 2019-ലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പത്മകുമാർ, ബോർഡ് മെമ്പേഴ്സ്, ഇവരെല്ലാരും ഉള്ള കാലത്താണ് ഇത് നടന്നതാണ് പറയുന്നതെങ്കിൽ അവരും അന്വേഷണത്തിന് പരിധി വരണം. അത് അദ്ദേഹം തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു വീഴ്ച ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്നത് ചെമ്പായിരുന്നു എന്നാണ്. തന്നെയുമല്ല ഈ പോറ്റിക്ക് ഇത് കൈമാറുന്നതിന് മുമ്പായിട്ട് അവിടെ ശബരിമലയിലെ പിന്നെ ക്ലാഡ് ചെയ്ത സ്വർണത്തിന് പകരം അത് ചെമ്പാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതായത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം അത് പറയുകയും ചെയ്തു. പക്ഷെ ഇന്ന് അദ്ദേഹം അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്വർണ്ണം പൂശിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ഗോൾഡ് ക്ലാഡഡ് എന്ന് തന്നെയാണ്. അത് ആഭരണമാണ്. അതാണ് ഈ 5 കിലോയോളം വന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് എത്രയാണ്? 407 ഗ്രാം മാത്രമേ ഉള്ളൂ. അതായത് 51 പവൻ. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറയുകയും ചെയ്തു അത്രയേ ഉള്ളൂ എന്ന്. അന്ന് അങ്ങനെ ആയിരുന്നില്ല, 625 പവനായിരുന്നു എന്നാണ്. അല്ല, തീർച്ചയായിട്ടും PS പ്രശാന്തിന്റെ നിലപാട് അഭിനന്ദനീയമാണ്. കാരണം അവര് ഈ പറയുന്ന പോറ്റിയുടെ ഇത് കൊടുത്തുവിട്ടില്ല, ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ കൊടുത്തിട്ടാണ് കൊടുത്തുവിട്ടത്. അതൊക്കെ കൃത്യമായ കാര്യങ്ങൾ. ഇപ്പോഴത്തെ PS പ്രശാന്തിനെ അഭിനന്ദിക്കാനൊന്നും പറ്റില്ല. PS പ്രശാന്ത് ഒക്കെ ഇതിനകത്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഈ പോറ്റിക്ക് എന്തിനാണ് ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊടുത്തത്? അദ്ദേഹം പറയുകയാണ് പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ല, ഞങ്ങൾ കൊണ്ടു കൊടുക്കുകയായിരുന്നുവെന്ന്. എന്തിനാണ് ഒരു ഇടനിലക്കാരൻ? അതുമാത്രമല്ല, ഇതിനകത്ത് ഗ്യാരണ്ടി കാർഡ് പോറ്റിയുടെ പേരിലായിരുന്നു അത്രേ. ഹൈക്കോടതി പറഞ്ഞു തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് തിരിച്ചെത്തിച്ചത്. അല്ലെങ്കിൽ വീണ്ടും പോറ്റിയുടെ കയ്യിൽ ഒരു 1.5 മാസം ഇരുന്നേനെ. എന്നിട്ട് ലോകം മുഴുവൻ അയ്യപ്പ ഭക്തരുടെ വീടുകളിൽ കൊണ്ടുപോയി പണം പിരിച്ചേനെ. അല്ല മഞ്ജുഷ, പോറ്റി ഒരു ഇടനിലക്കാരനാണെന്നും അവിടെ എന്തൊക്കെയോ നടന്നിട്ടുള്ള കാര്യത്തിൽ ഇനിയിപ്പം ആർക്കും തർക്കമൊന്നുമില്ല. അത് ഇനിയിപ്പോ ന്യായീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മണ്ടം വേഷം കണ്ടതിന് തുല്യ. അതിലൊന്നും ഇവിടെ ഒരു സംശയമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളതിലേക്ക് വ്യത്യാസമായ ഒരു കാര്യമുണ്ട്. അതായത് സർക്കാരിന്റെ നല്ല ഉദ്ദേശശുദ്ധിയെ തകർക്കാൻ വേണ്ടി ഒരു നാടകം ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അയ്യപ്പ സംഗമത്തിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് കസ്റ്റഡിയിലിരുന്ന പീഠത്തിന്റെ കസ്റ്റഡിയിലിരുന്ന ആൾ തന്നെ പറയുന്നത് പരാതി കൊടുത്തു, അത് കാണാനില്ലെന്ന് പറഞ്ഞു. ഇവിടെ അതല്ല വിഷയം. ഇവിടെ വേറൊരു വിഷയമുണ്ട്. ശബരിമലയെ കുറിച്ച് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. ഞാനത് ആവർത്തിച്ച് പറയുന്നതാണ്. വിശ്വാസനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സംഗമ ഭൂമിയാണ് ഭക്തരുടെയും അല്ലാത്തവരുടെയും ഒരു സംഗമ ഭൂമിയാണ്. കാരണം അങ്ങനെയുള്ള ഒരു യോജിപ്പുള്ള സ്ഥലം എനിക്ക് തോന്നുന്ന അപൂർവങ്ങൾ മാത്രം. ഞാൻ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും കൗതുകം കൊണ്ട് അതിന്റെ സ്ട്രക്ചർ കൊണ്ടൊക്കെ കാണുന്നതിന് വേണ്ടി ഞാൻ സന്ദർശിച്ചിട്ടുള്ള എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അതിന്റെ പൗരാണിക അതിന്റെ സ്കൾപ്ചേഴ്സും എല്ലാം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ശബരിമലയ്ക്ക് ഒരുപാട് യുണീക്നെസ് ഉണ്ട്. അത് ഒരു മുഴുവൻ ജനങ്ങളുടെ ആദരം നേടിയ, ലോകത്തിന്റെ ആദരം നേടിയ ഒരു സംഗമ ഭൂമിയാണ്. അവിടെ
പാവപ്പെട്ട വിശ്വാസികൾ അർപ്പിക്കുന്ന കാണിക്ക 1 രൂപയായാലും 1 കോടി രൂപയായാലും എത്ര രൂപ വാട്ടർ മേ ബി അതൊക്കെ തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആരെടുത്താലും അതിനോട് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവരെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അന്വേഷണങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഒരു കാരണവശാലും ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ഒരു തട്ടിപ്പും ഒരു മോഷണം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ ജയിലിൽ അടയ്ക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ ഗവൺമെന്റ് അതിന് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ്. നമുക്ക് ശരി കാത്തിരിക്കാം. ശരി ശ്രീ അനിൽ പിള്ളയിൽ അങ്ങനെ ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ?